നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പോകാനുള്ളതാണെങ്കിൽ എല്ലാം പോകും, കിട്ടേണ്ടതാണെങ്കിൽ കിട്ടും. എനിക്കത്രേ പറയാനുള്ളൂ. ജീവിതത്തിൽ മുന്നും പിന്നും ഒന്നും നോക്കാതെ തീരുമാനം എടുത്തിട്ടുള്ളവർക്ക് ഉന്നതിയുണ്ടായിട്ടുണ്ട്. ഈ പണം എറിഞ്ഞ് തന്നെ പണം കൊയ്യണം, അല്ലാതെ ഭയന്നിരുന്ന ജീവിതകാലം മുഴുവൻ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ഉപേന്ദ്ര, കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ നടക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ അഡ്വക്കേറ്റിനെ ഇങ്ങോട്ട് വിടാം. ഒപ്പിടുന്ന ചടങ്ങ് മാത്രം മതി, ബാക്കി കാര്യങ്ങളൊക്കെ വക്കീല് നോക്കിക്കോളൂ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഫോർവേഡ് ചെയ്യാം. രോഹിത്തെ, ഞാൻ വിളിക്കാം. നീ എന്റെ ഒപ്പം 1-2 സ്ഥലത്തേക്ക് വരേണ്ടി വരും. നിന്റെ പേരിലാണല്ലോ കരാർ വെക്കുന്നത്, അതിന് ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉള്ളതല്ലേ. ഞാൻ വരാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ ചേട്ടാ, കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കുക. ഞാനിപ്പോ വരാം. ശരി, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ. രാഘവേട്ട, എങ്ങോട്ടേ പോന്നേ? ഉപേന്ദ്രന്റെ ഈ 2ാം വരവ് രാഘവേട്ടന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് തന്നെയാ ഈ എതിർപ്പിന്റെ കാരണം. അതൊന്നുമല്ല ഭാമേ, നമ്മുടെ കല്യാണത്തിന് തലേന്ന് ഞാൻ നിന്നെ കെട്ടാൻ പോകുന്നതിന്റെ പക മനസ്സിൽ വെച്ചുകൊണ്ട് നാട് വിട്ടവനവൻ. അതുവരെ നാട്ടിൽ 100 പ്രശ്നങ്ങളുണ്ടാക്കി നിൽക്കക്കള്ളി ഇല്ലാതെ കുടുംബക്കാരെ മുഴുവൻ തമ്മിൽ തെല്ലിച്ച് നാടുനീളെ ഓടിയവനാ. ഇക്കാര്യങ്ങൾ കുറെയൊക്കെ നിനക്കറിയാവുന്നതല്ലേ. എനിക്ക് അവനെ അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല. അതൊക്കെ ഇന്ന് രാഘവേട്ട, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളല്ലേ. ഇന്ന് ഉപേന്ദ്രന്റെ മലേഷ്യയിലെ ആസ്തി എത്രയാണെന്ന് അറിയോ? ദേ, നമ്മുടെ ഇതുപോലത്തെ 4-5 വീടുണ്ട് അവന്. ഈ വിമാനം സ്വന്തമായിട്ടുണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഭാമേ, ഇതൊക്കെ അവൻ പറഞ്ഞാൽ അറിയാം നമുക്കുള്ളൂ. ദേ, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് അവനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റത്തില്ല. അയ്യോ, അതിന് ഉപേന്ദ്രനെ ആര് വിശ്വസിക്കണം? നമ്മൾ നമ്മുടെ രോഹിത്തിനെ മുൻനിർത്തിയല്ലേ കാര്യങ്ങൾ നീക്കുന്നത്. രോഹിത്തിനെ സഹായിക്കാൻ ദാസും ഉണ്ട്, ഇവിടുത്തെ സർക്കാരും ഉണ്ട്. പിന്നെ എന്തിനു നമ്മൾ ഉപേന്ദ്രനെ പേടിക്കണം? അവൻ കളിയായിട്ടും കാര്യമായിട്ടും ഇടയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്. അവൻ കെട്ടാനിരുന്ന പെണ്ണാ നീയെന്ന്, ഞാൻ നിന്നെ തട്ടിയെടുത്തതാണെന്ന്. ഭാമേ, അവന്റെ കണ്ണുകൾ നീ ശ്രദ്ധിച്ചോ? അതില് പകയുണ്ട്. ആ പകയ്ക്ക് എന്നെ ദഹിപ്പിക്കാൻ പോകുന്ന ശക്തിയുണ്ട്. അവന്റെ ഈ വരവ് തന്നെ അതൊരു നല്ല ഉദ്ദേശത്തോടെ ഉള്ളതല്ല, അതുറപ്പാ. ഇതെല്ലാം രാഘവേട്ട തോന്നല. അല്ലെങ്കിൽ തന്നെ ഉപേന്ദ്രനെ വിട്. ഈ ബിസിനസ്സിൽ ഒരു കൂട്ടു പാർട്ട്ണർ, ആ ഒരു സ്ഥാനമേ ഉപേന്ദ്രനുള്ളൂ. ബാക്കിയെല്ലാം രോഹിത്താ നോക്കുന്നേ. നമ്മുടെ രോഹിത്ത്, അവനെ നോക്കിയ പോരെ. രാഘവേട്ട, അവൻ നമ്മൾ പറയുന്നതിനപ്പുറം ചെയ്യോ? ഈ കാര്യങ്ങളൊക്കെ ഇത്രയാക്കി സ്ഥിതിക്ക് ഇനി എന്റെ വാക്കിന് ആരും വില കൽപ്പിക്കണ്ട. എന്തായി തീരുമെന്ന് ഈശ്വരൻ തീരുമാനിക്കട്ടെ. പോകാനുള്ളതാണെങ്കിൽ എല്ലാം പോകും,
കിട്ടേണ്ടതാണെങ്കിൽ കിട്ടും. എനിക്കത്രേ പറയാനുള്ളൂ. മോളെ, വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ ആരും വന്നില്ലേ? അച്ഛൻ വരും ചേച്ചിയമ്മേ. ഫോൺ എടുക്കുന്നില്ലല്ലോ. നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഇന്നെന്ത് പറ്റി? ചേച്ചിയമ്മ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. മോളെ കണ്ടപ്പോ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്നും ഉമ്മ വയ്ക്കണമെന്നും തോന്നി. എന്റെ അനിയത്തിയുടെ മോളല്ലേ, എന്താ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പാടില്ലേ? ആ, അത് വേണ്ടതാ. ഉമ്മ. അമ്മയ്ക്ക് ഇങ്ങനെ രഹസ്യമായിട്ടെ മോളെ ഒന്ന് സ്നേഹിക്കാൻ പറ്റൂ. ആ സ്നേഹം മോള് പോലും അറിയാൻ പാടില്ല. അതാ ഈ അമ്മയുടെ ഒരു അവസ്ഥ. ആ ചേച്ചിയമ്മേ, പിന്നെ എനിക്ക് സത്യക്കൊക്കെ നാഷണൽ ടാലന്റ് അവാർഡ് ഉണ്ട്. പാരന്റ്സിന്റെ ഒപ്പം വന്ന് വാങ്ങണോന്നാ പറഞ്ഞിരിക്കുന്നത്. മിടുക്കി കുട്ടികള്. അപ്പൊ നേരത്തെ തന്ന ഉമ്മ ഇതില് വരവ് വെച്ചേക്ക്. അല്ല, സത്യം എന്തിയെ? ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയില്ലേ? ഓ, ദേ നിക്കുന്നു. അവാർഡിന്റെ കാര്യം അച്ഛനെ വിളിച്ച് പറയാൻ നോക്കുക. എന്നിട്ടെന്താ അച്ഛൻ എടുക്കാത്തെ? ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ആ രമേശ് ഇന്നും വഴക്കുണ്ടാക്കാൻ വന്നു. സത്യയുടെ അച്ഛൻ വരില്ലെന്നും അങ്ങനെ ഒരാളില്ലെന്നൊക്കെ വെല്ലുവിളിച്ചിരിക്കുക. അത് പറയാൻ വേണ്ടിയാ സത്യയെ വിളിക്കുന്നേ. ഇനി ഇതൊക്കെ എങ്ങനെ അവസാനിപ്പിക്കുന്ന മോൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? എല്ലാ കുരുത്തക്കേട് ഒപ്പിച്ചു വെക്കുകയും ചെയ്യും. എനിക്കൊന്നും അറിയില്ലേ, ഞാനൊരു പാവമാണെന്നും പറഞ്ഞൊരു ദെപ്പും. സത്യയുടെ സങ്കടം കണ്ടിട്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചത്. ഇനി ഇത് ഞാൻ തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. എന്താ ഇപ്പൊ ചെയ്യ? ശരി, സത്യ വരുന്നുണ്ട്. ആ അമ്മേ, ഞങ്ങക്കേ നാഷണൽ ടാലന്റ് അവാർഡ് ഉണ്ടെന്നല്ലേ ഞാൻ അറിഞ്ഞു. ഉവ്വോ. പിന്നില്ലാതെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.